ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് കിട്ടും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ചിലരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് യുവർ പ്രൊജക്ട്? പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയി കാണാം. അതുപോലെ ഇന്ന് നമ്മൾ ഫുൾ 10 ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവയ്ക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ടും ഇംപ്രസീവ് ആയിട്ടും സ്കോർ കിട്ടുന്ന രീതിക്ക് നിങ്ങൾക്ക് വൈവ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് യുവർ പ്രൊജക്ട്? ആൻസർ ചെയ്യേണ്ടത്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മൈ പ്രൊജക്ട് ഈസ് ടു ക്രിട്ടിക്കലി എക്സാമിൻ ഹൗ ലിറ്ററേച്ചർ റെപ്രസെന്റ്സ് വിമൻ ഓർ ഡിസേബിൾഡ് ക്യാരക്ടേഴ്സ് സൊസൈറ്റി. അതായത് നമ്മുടെ ടോപ്പിക് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ്സ് പറയേണ്ടത്. അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ എയിം എന്നുള്ളതാണ്, നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളവിടെ പറയേണ്ടത്. Through gender theory or post-colonialism or psychoanalysis, I wanted to show how this text question traditional norms and create new perspectives. അതായത് നമ്മൾ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണോ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫെമിനിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇവിടെ ക്യാരക്ടർ സപ്രസീവ് ആയിട്ടുള്ള സ്ട്രഗിള്, സാക്രിഫൈസിങ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ഒരു ഫെമിനിസം തിയറി വെച്ച് നമുക്ക് അവരുടെ സ്ട്രഗിളിംഗ് ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എയിംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള അടുത്ത ചോദ്യമാണ്, വിച്ച് മെത്തഡോളജി ഡിഡ് യു യൂസ്? നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്ത് തരം മെത്തഡോളജിയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, കാണാത്തവർ എന്തായാലും പോയി കാണാം. കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.